There is no such thing as a perfect crime in the history of crime. But there are many loopholes in our law for criminals to escape. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പെർഫെക്റ്റ് ക്രൈം എന്നൊന്നില്ല. പക്ഷേ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ധാരാളം പഴുതുകൾ നമ്മുടെ നിയമത്തിലുണ്ട്. തിരുവനന്തപുരം കരമന കൂടം തറവാട്ടിലെ മരണങ്ങൾക്ക് പിന്നിലുള്ള ദുരൂഹത. കൂടം തറവാടിന്റെ അവസാന അവകാശിയായിരുന്ന ജയമാധവൻ നായരുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കിയപ്പോൾ പുറത്തു വരുന്നത് വലിയ സത്യമാണ്. അബാക് മീഡിയയുടെ അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു. കൂടം തറവാട്ടിലെ മരണങ്ങളുടെ കഥ. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലെ പ്രതാപികളായിരുന്നു കൂടം തറവാട്ടുകാർ. ആ കൂടം തറവാട്ടിലുണ്ടായ തുടരെ മരണങ്ങൾ, ആ മരണങ്ങൾക്ക് പിന്നിലെ സത്യമെന്ത്? കോടികൾ വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കാൻ കാര്യസ്ഥനും സംഘവും ചേർന്ന് കൊല്ലപ്പെടുത്തിയതാണോ ഇവിടുത്തെ അംഗങ്ങളെ? പ്രതാലയം പോലെ കിടക്കുന്ന കൂടം തറവാടിന്റെ പഴയകാല ചരിത്രം. തിരുവനന്തപുരം ജില്ലയിൽ കരമന കുളത്തറയിൽ കൂടത്തിൽ കുടുംബം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പൈതൃക സ്വത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു കൂടത്തിൽ കുടുംബം. ആയിരത്തി 1999 മുതൽ 2017 വരെയുള്ള കാലയളവിൽ കൂടത്തിൽ കുടുംബത്തിൽ കഷ്ടകാലങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു. മൃത്യു കൂടത്തിൽ തറവാട്ടിൽ സംഹാരതാണ്ഡവമാടിയ വർഷങ്ങളായിരുന്നു 99 മുതൽ 2017 വരെയുള്ള കാലയളവ്. തറവാട്ടിലെ പെൺതരിയായ ജയശ്രീയാണ് ആദ്യം മരണത്തിന്റെ കരങ്ങളിൽ വീണത്. 1991 ജയശ്രീ മരണപ്പെടുന്നത്. സ്വാഭാവികമായ മരണം. തൊട്ടു പിന്നാലെ ജയശ്രീയുടെ സഹോദരനായ ജയബാലകൃഷ്ണൻ നായരായിരുന്നു മരണപ്പെട്ടത്. അസ്വാഭാവികത ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത മരണം തന്നെയായിരുന്നു ജയബാലകൃഷ്ണൻ നായർക്കും സംഭവിച്ചത്. തൊട്ടു പിന്നാലെ 1993 കൂടത്തിൽ തറവാട്ടിലെ കാരണവരായ ഗോപിനാഥ പിള്ളയുടെ സഹോദരൻ വേലുപ്പിള്ളയുടെ മകൻ ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു മരണപ്പെട്ടത്. ഓർക്കുക, 1991 മുതൽ 1993 വരെ കൂടത്തിൽ തറവാട്ടിൽ തുടർച്ചയായി 3 മരണങ്ങൾ നടന്നു. ഓരോന്നിനും ഓരോ വർഷത്തിന്റെ കാലയളവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം 5 വർഷത്തെ ഇടവേള. കൂടത്തിൽ കുടുംബം പതിയെ തുടർച്ചയായ നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ തുടങ്ങുന്ന സമയം. തറവാട് കാരണവരായ ഗോപിനാഥൻ പിള്ളയും മരണപ്പെടുന്നു. വീണ്ടും തറവാട്ടിൽ വിധിയുടെ കരിനിഴൽ വീണു തുടങ്ങി. ഗോപിനാഥൻ പിള്ളയുടെ മരണം വരുത്തിയ ആഘാതത്തിൽ നിന്നും കുടുംബം കരകയറാൻ തുടങ്ങുന്ന സമയം 2000. ലോകമെങ്ങും മില്ലേനിയം ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയം. പക്ഷേ കൂടം തറവാടിന് അതൊരു മറ്റൊരു നഷ്ടത്തിന്റെ വർഷമായിരുന്നു. 2000 തറവാട്ടമ്മയായ സുമുഖിയമ്മയും മരണപ്പെട്ടു. വീണ്ടും വിധി തന്റെ മൂർച്ചയേറിയ ചാട്ടവാറാൽ കൂടത്തറവാടിന്റെ ശിരസിൽ ആഞ്ഞു പ്രഹരിച്ചു. അപ്പോഴൊക്കെയും തറവാടിനെ വീണു പോകാതെ താങ്ങി നിർത്തിയ മിടുക്കനായ ഒരു കാര്യസ്ഥൻ തറവാട്ടിലുണ്ടായിരുന്നു. കൂടത്തിൽ കുടുംബവുമായി യാതൊരുവിധ രക്തവും ബന്ധവുമില്ലാത്ത രവീന്ദ്രൻ നായർ എന്ന വ്യക്തിയാണ് തറവാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അടുത്തതായി 2012 ഗോപിനാഥൻ പിള്ളയുടെ മകനായ ജയപ്രകാശൻ നായരായിരുന്നു മരണപ്പെട്ടത്. പിന്നീട് ആ വീട്ടിൽ അവസാനമായി ഒരു മരണം നടക്കുന്നത് 2017 ഏപ്രിൽ 2 മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ജയമാധവൻ നായർ എന്ന തറവാട്ടിലെ അവസാന അംഗം വീണു മരിക്കുന്നു.
മുൻകാല മരണങ്ങളിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാന മരണം, ആ മരണം സ്വാഭാവികമെന്ന് കരുതിയ മുൻകാല മരണങ്ങളെ വരെ അസ്വാഭാവികമാക്കി മാറ്റിയ ഒരു മരണമായിരുന്നു. ക്രിമിനോളജിയിൽ പറയുന്ന ഒരു വാചകങ്ങൾ ഈ നിമിഷം ഇവിടെ പ്രസക്തമാണ്. There is no such thing as perfect crime in the history of crimes. The criminal will leave some evidence pointing to him. Investigators will call it evidence with the signature of God. അതായത് കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പെർഫെക്റ്റ് ക്രൈം എന്നൊന്നില്ല. കുറ്റവാളി തന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ ബാക്കി വെച്ചിരിക്കും. അതിനെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് തെളിഞ്ഞ തെളിവ് എന്ന് അന്വേഷകർ പറയും. 2017 ഏപ്രിൽ 2 കാര്യസ്ഥനായ രവീന്ദ്രൻ നായർ കൂടത്തിൽ വീട്ടിലെത്തുമ്പോൾ തറവാട്ടിലെ അംഗമായ ജയമാധവൻ നായരെ ബോധശൂന്യനായി കണ്ടു. ഒരു ഓട്ടോ വിളിച്ച് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും മാർഗമധ്യേ മരണപ്പെട്ടു എന്നായിരുന്നു പോലീസിന് രവീന്ദ്രൻ നായർ നൽകിയ വഴി. പക്ഷേ ഈ സംഭവത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ആദ്യം നാട്ടുകാരനായ അനിൽകുമാർ എന്ന വ്യക്തി രംഗത്തെത്തി. തൊട്ടു പിന്നാലെ കൂടത്തിൽ തറവാട്ടിലെ ഒരു ബന്ധുവായ പ്രസന്നകുമാരി അമ്മയും പരാതിയുമായി വന്നു. തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ച് ACP MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ജയമാധവൻ നായരുടെ മരണത്തിൽ രവീന്ദ്രൻ നായർ നൽകിയ മൊഴി കള്ളമാണെന്ന് തെളിഞ്ഞു. അതിന് വ്യക്തമായൊരു കാരണവും ഉണ്ടായിരുന്നു. കൂടത്തിൽ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിട്ടും അകലെ നിന്നും രവീന്ദ്രൻ നായരുടെ ബന്ധുവിന്റെ ഓട്ടോ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്ന് വ്യക്തമായ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഇതിൽ സംശയമുയർന്നതോടെ വിശദമായ അന്വേഷണം നടന്നു. കൂടത്തിൽ തറവാട്ടിലെ സ്വത്തുക്കൾ മൂല്യമുള്ള പലതും ഇഷ്ടദാനം എന്ന പേരിൽ കാര്യസ്ഥനായ രവീന്ദ്രൻ നായരുടെ പേരിലും അയാളുടെ മറ്റുള്ള ബന്ധുക്കളുടെ പേരിലും വന്നു ചേർന്നിരുന്നുവെന്ന് അനിൽകുമാറും പ്രസന്നകുമാരിയും നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ ഫലമായി നടന്ന അന്വേഷണത്തിൽ വിൽപത്രം വ്യാജമാണെന്ന് തുടക്കത്തിലേ തെളിഞ്ഞു. ഇഷ്ടദാനം എന്നത് രവീന്ദ്രൻ പറഞ്ഞ ഒരു കള്ളമാണെന്നും ഇയാൾ വ്യാജരേഖ ചമച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കുകയായിരുന്നുവെന്നും തെളിഞ്ഞു. ജയമാധവൻ നായർ മരണപ്പെടും മുമ്പ് കൂടത്തിൽ തറവാട്ടിൽ വെച്ച് തയ്യാറാക്കിയ വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കുൾപ്പെടെ സ്വത്തുക്കൾ ലഭിച്ചതെന്നായിരുന്നു രവീന്ദ്രൻ നായരുടെ മൊഴി. എന്നാൽ വിൽപത്രത്തിലെ സാക്ഷികളിൽ ഒരാളായ അനിൽകുമാർ വിൽപത്രം രവീന്ദ്രൻ നായർ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ബൈക്കിന് പുറത്തു വെച്ച് ഒപ്പിടിച്ചതാണെന്ന് വെളിപ്പെടുത്തിയോടെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. വിൽപത്രം തയ്യാറാക്കിയ ആധാരമെഴുത്തുകാരൻ ഈ കേസിൽ നിർണായക സാക്ഷിയായി. കൂടത്തിൽ തറവാടിന് നഗരത്തിലും പുറത്തുമായി ഉണ്ടായിരുന്നത് 18 ഏക്കറോളം സ്ഥലമായിരുന്നു. നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടായിരുന്നതിനാൽ പലതും തറവാടിന്റെ വകയെന്ന് പറയാൻ പോലും ശേഷിച്ചിട്ടില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഇതിനിടയിൽ വീണു മരിച്ചെന്ന് പറയപ്പെടുന്ന ജയമോഹൻ നായരുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ജയമാധവൻ നായരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ സുരേഷ് കള്ളമൊഴി നൽകാൻ രവീന്ദ്രൻ നായർ പ്രേരിപ്പിച്ചു എന്ന് മൊഴി നൽകി. ഇതേ സമയത്ത് തന്നെയാണ് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നത്. തലയിലേറ്റ മുറിവാണ് മരണകാരണമെന്നും ഈ മുറിവ് വീഴ്ച കൊണ്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നും റിപ്പോർട്ട് സൂചിപ്പിച്ചു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വീടിന് പിൻവശത്തു നിന്നും രക്തം പുരണ്ട തടിക്കഷ്ണം ലഭിക്കുകയും ചെയ്തു. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ദുരൂഹ മരണങ്ങൾ കൂടാതെ ഭൂമി തട്ടിയെടുക്കൽ കേസും ചുമത്തി. തറവാട്ടിലെ അകന്ന ബന്ധുവായ മുൻ കളക്ടർ മോഹൻദാസ് ഉൾപ്പെടെ സ്വത്ത് തട്ടിയെടുത്തു എന്നായിരുന്നു കണ്ടെത്തൽ. മുൻ കളക്ടർ അടക്കം 10 പ്രതികളുള്ള കേസിൽ പക്ഷേ അന്വേഷണം വഴിമുട്ടി. തറവാടിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി 28 തവണ കൈമാറ്റം ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തി. സ്ഥലം വാങ്ങിയ 13 പേരെയും കണ്ടെത്തിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഉന്നതരായ വ്യക്തികളുടെ പിൻബലം കേസിനെ കുഴച്ചു മറിച്ചു. ഏറ്റവും ഒടുവിൽ മരിച്ച ജയബാലകൃഷ്ണൻ, ജയപ്രകാശ്, ജയമാധവൻ എന്നിവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരാൾ കട്ടിൽ നിന്ന് വീണു മരിച്ചെന്നും മറ്റൊരാൾ കട്ടളപ്പടിയിൽ നിന്ന് വീണു മരിച്ചെന്നുമാണ് നാട്ടുകാർക്ക് അറിയാവുന്നത്. അത്രയും കൊണ്ട് നാട്ടുകാരുടെ അറിവുകളും അവസാനിച്ചു. കൂടത്തിൽ തറവാട് കാട് മൂടി സ്നേഹവും സ്വപ്നവും നിറഞ്ഞു നിന്നിരുന്ന വീടിനുള്ളിൽ നീതി ലഭിക്കാത്ത ആത്മാക്കളുടെ ഗദ്ഗതങ്ങൾ കാതോർത്താൽ കേൾക്കുവാൻ സാധിക്കും. ഒരു പറ്റം മനുഷ്യരുടെ സ്വത്തിനോടുള്ള അടങ്ങാത്ത ത്വര അവസാനിപ്പിച്ചത് ഒരു കുടുംബത്തെ ഒന്നാകെയാണ്. കൂടത്തായി ജോളിയും കൂടത്തിൽ രവീന്ദ്രനും വ്യത്യസ്തരല്ല. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. മുൻപ് ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ കൂടി ആവശ്യമായി വരുന്നു. There is no such thing as a perfect crime
in the history of crime, but there are many loopholes in our law for criminals to escape. അതായത് കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പെർഫെക്റ്റ് ക്രൈം എന്നൊന്നില്ല, പക്ഷേ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ധാരാളം പഴുതുകൾ നമ്മുടെ നിയമത്തിലുണ്ട്.